ബിഗ് ഇംപാക്ട് വാർത്തയിലേക്കാണ് ഇനി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടത്താൻ സാധ്യത. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് സർക്കാരിന്റെ അതിവേഗ ഇടപെടൽ. റിപ്പോർട്ടറിലൂടെയാണ് വള്ളംകളിക്കായി ടൂറിസം മന്ത്രി 1 കോടി രൂപ പ്രഖ്യാപിച്ചത്. ഒരു കാര്യം ആദ്യമേ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാണോ നടത്തുന്നത് അന്ന് 1 കോടി രൂപ ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി നൽകാൻ ടൂറിസം വകുപ്പ് തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കോടി രൂപ ഇതിനു വേണ്ടി നൽകാൻ തയ്യാറാണ്. പിന്നെ മറ്റ് എന്തൊക്കെ സഹായം വേണമോ, എന്തൊക്കെയാണോ ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുള്ള സഹായം, അതൊക്കെ നൽകാൻ ടൂറിസം വകുപ്പ് തയ്യാറാണ് എന്നുള്ളത് അറിയിക്കുകയാണ്. ഈ വള്ളംകളി നടത്താതിരിക്കാനുള്ള നിലപാട് ടൂറിസം വകുപ്പിനുണ്ട് എന്നൊക്കെയുള്ള പ്രചരണം സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നതിന് തുല്യമായിട്ടാണ് ടൂറിസം വകുപ്പ് കാണുന്നത്. ഒരിക്കലും അങ്ങനെ ടൂറിസം വകുപ്പിന് അങ്ങനെ ഒരു ആഗ്രഹമില്ല, അങ്ങനെ ആഗ്രഹിക്കില്ല. സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയുടെ കണ്ണാണ് വള്ളംകളി. കേരളത്തിലെ ടൂറിസം മേഖലയുടെ കണ്ണാണ് വള്ളംകളി. ആ കണ്ണ് ഞങ്ങൾ കുത്തിപ്പൊട്ടിക്കില്ല. അതാണ് മന്ത്രിയുടെ നിലപാട്. NTBR സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗം ഉടൻ ചേരും. ഈ യോഗത്തിലായിരിക്കും തീയതി സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക. TV പ്രസാദ് നൽകും വിവരങ്ങൾ. TV പ്രസാദ്, ഏറെ സന്തോഷമുള്ള ഒരു മൊമെന്റാണ്. കാരണം വള്ളംകളി പ്രേമികളുടെ, ബോട്ട് ക്ലബ്ബുകളുടെയൊക്കെ ആവശ്യമായിരുന്നു. അതാണ് TV പ്രസാദും റിപ്പോർട്ടറും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചതും. വള്ളംകളി ഏതായാലും ഈ മാസം തന്നെ നടത്തും എന്നൊരു ധാരണയായിട്ടുണ്ട്. ഇനി തീയതി അറിഞ്ഞാൽ മതി, അല്ലേ? അതെ വിനീത, നമ്മൾ നേരത്തെ അറിയുന്നത് പോലെ 2,45,00,000 രൂപ ടൂറിസം മന്ത്രി റിയാസിൻ്റെ മണ്ഡലമായ ബേപ്പൂരിന് അനുവദിക്കുകയും അതേസമയം ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച, അതല്ലെങ്കിൽ നടത്തേണ്ടതില്ലെന്ന് പറഞ്ഞ നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്ത വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും മറ്റ് മാധ്യമങ്ങൾ ഈ വിഷയം എടുക്കുന്നതും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ കൂടുതലായി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് വള്ളംകളി നടത്തുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതും ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ 1 കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതായത് തത്വത്തിൽ ധാരണയായി എന്നുള്ളതാണ്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിവാദമായതോടുകൂടി മുഹമ്മദ് റിയാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. മന്ത്രി അതിൽ പറഞ്ഞത് ടൂറിസം വകുപ്പല്ല ഇത് നടത്തുന്നത്, അത് നടത്തുന്നത് NTPR, അതായത് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി തീരുമാനിച്ചാൽ നടത്താം, അതിനെല്ലാ പിന്തുണയും കൊടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ തീരുമാനമാണ് വേണ്ടിയിരുന്നത്. അതിൽ ചിത്തരഞ്ജൻ MLA ഉൾപ്പെടെയുള്ളവർ നടത്താനുള്ള അനുവാദത്തിന് വേണ്ടി കത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്ക്. പക്ഷേ അതിൽ തീരുമാനമായിരുന്നില്ല. നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ അതിൽ ഏകദേശ ധാരണയായിരിക്കുന്നു. നടത്താൻ എന്തായാലും നടത്തും എന്ന കാര്യം ഉറപ്പായി. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന വിവരമാണ് നമ്മളിപ്പോൾ ഇന്ന് പുറത്തുവിടുന്നത്. വള്ളംകളി നടക്കുക 99% സാധ്യത ഈ മാസം 28-നാണ്. 28-ൻ്റെ പ്രത്യേകത, ഓണം കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 ദിവസം സമയം അവർക്ക് കിട്ടും. മാത്രമല്ല 1 മാസമായി ഏതാണ്ട് പരിശീലനം അവസാനിപ്പിച്ചിട്ട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 2 ആഴ്ചയിലധികം പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ട്. മാത്രമല്ല ഒരുപാട് പണം ഇനിയും സ്വരൂപിക്കേണ്ടതുണ്ട്. അങ്ങനെ ബോട്ട് ക്ലബ്ബുകളുടെ ആവശ്യമാണ്. ഈ പറയുന്ന സെപ്റ്റംബർ 28 നമുക്ക് സ്വീകാര്യമാണെന്നുള്ളത്. അതിൻ്റെ പ്രത്യേകത, വള്ളംകളി പ്രേമികളുടെ ഇഷ്ടദിനം ശനിയാഴ്ചയാണ്. സെപ്റ്റംബർ 28 ശനിയാഴ്ചയാണ്. മിക്കവാറും ഏതാണ്ട് 95%-ലധികം വരുന്ന ബോട്ട് ക്ലബ്ബുകളും ഈ അഭിപ്രായം ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ ജില്ലാ കലക്ടർ എക്സിക്യൂട്ടീവ് യോഗം വിളിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും. ജില്ലയിലെ മന്ത്രിമാർ, MLA-മാർ, MP-മാർ അടക്കമുള്ളവർ, അതുപോലെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, അതിൽ SP ഉണ്ട്, സബ് കളക്ടറുണ്ട്, മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഈ ബോട്ട് ക്ലബ്ബുകളുടെ എല്ലാം ഭാരവാഹികളുണ്ട്. അങ്ങനെ ആകെ 90 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിലാണ് അന്തിമ തീരുമാനമുണ്ടാവുക. ഒരു പക്ഷേ സെപ്റ്റംബർ 28-ന് വേറെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ സെപ്റ്റംബർ 29-നായിരിക്കും നടക്കുക. ഏകദേശ തീരുമാനമാകുന്നു. നാളെ രാവിലെ ഇത് സംബന്ധിച്ചുള്ള അന്തിമ രൂപത്തിലേക്ക് കാര്യങ്ങൾ വരും. വിനീത, ഏതായാലും ഈ മാസം തന്നെ വള്ളംകളി നടത്തും. നെഹ്റു ട്രോഫി വള്ളംകളി 28-നോ 29-നോ എന്നതാണ് നാളെ അറിയേണ്ടത്. TV പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.